ഇന്നല്ലദീന കഫറൂ ബിആയാതിനാ സൗഫ നുസ്ലീഹിം നാറാ കുല്ലമാ നദ്ജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. നാടും വീടും കുടുംബവും ഉപേക്ഷിച്ച് സമ്പാദിച്ച സമ്പാദം മുഴുവൻ വലിച്ചെറിഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ അനുമതി കിട്ടിയപ്പോ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത മുഹാജിറുകൾ ജീവിതത്തിലെല്ലാം വേണ്ടാന്ന് വെച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട എന്റെ സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും അനുഗ്രഹവും കരുതലും കരുണയും കാവലും സ്നേഹവും സുരക്ഷയും വാത്സല്യവുമെല്ലാം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും എവിടെയും സദാ വർഷിച്ചുകൊണ്ടേയിരിക്കുമാറാകട്ടെ. നിരപരാധികൾ ആക്രമിക്കപ്പെടുന്നത് എവിടെയായാലും അത് നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കണം. അവിടെ മതത്തിന്റെയോ ജാതിയുടെയോ വേർതിരിവ് നമുക്ക് നോക്കാൻ പാടില്ല. സ്വജനപക്ഷപാതം എന്നത്, വർഗീയത എന്നത്, വിഭാഗീയത എന്നത് ഒരു മുസ്ലിമിന് ഒട്ടും പാടില്ലാത്ത, ഒട്ടും ഭൂഷണമല്ലാത്തൊരു സംഗതിയാണെന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തീർത്തും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന ഹദീസിന്റെ താളുകളിലൂടെ നാം ഒന്ന് സഞ്ചരിക്കുമ്പോ ഇതെല്ലാം വരാനുള്ളതാണ്. ലോകത്തിന് കാരുണ്യമായി പടച്ച റബ്ബ് പറഞ്ഞയച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ തിരുമൊഴിയിലൂടെ നമുക്ക് മുന്നറിയിപ്പ് നൽകിയ കാലഘട്ടത്തിന്റെ നടുത്തളത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് എന്ന് യഥാർത്ഥ പ്രമാണത്തിന്റെ പഠനത്തിലൂടെ നമുക്ക് മനസ്സിലാവും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളൊക്കെ ഒരുപാട് നമ്മൾ കേട്ട ഹദീസാണ്. പ്രവാചകൻ പറഞ്ഞല്ലോ, ഒരു കാലഘട്ടം വരും, ഭക്ഷണത്തൈകൾ തലികയിലേക്ക് കൈകൾ നീളുന്നത് പോലെ എന്റെ ഉമ്മത്തിന്റെ നേർക്കേക്ക് കൈകൾ ഇങ്ങനെ നീളാൻ തുടങ്ങും. നാനാഭാഗത്തു നിന്നും എല്ലാവരും ആക്രമിക്കും, എല്ലാവരും ഉപദ്രവിക്കും. അതാണിപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനത്തിന്റെ പുലർച്ചയാണ് പ്രിയപ്പെട്ടവരെ. അത് സംഭവിക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും എന്ന് റസൂലുള്ളാഹിന്റെ മുന്നിലിരിക്കുന്ന സ്വഹാബത്തിന് ഈ ഒരു സംഗതി കേട്ടിട്ട് വല്ലാതെ വേദനിച്ചിട്ടുണ്ട്, പ്രയാസപ്പെട്ടിട്ടുണ്ട്. അവർ റസൂലിനോട് ചോദിച്ചിട്ടുണ്ട്, യാ റസൂലല്ലാഹ്, അന്ന് ഞങ്ങളുടെ പിൻഗാമികൾക്ക് ആൾബലം കുറവായിരിക്കുമോ? അവർ വളരെ തുച്ഛം ആളുകൾ മാത്രമേ ഉണ്ടായിരിക്കൂ അല്ലേ എന്ന് ചോദിച്ചപ്പോ അവരുടെ ധാരണയെ തിരുത്തിക്കൊണ്ട് പ്രവാചകൻ മറുപടി പറഞ്ഞു കൊടുത്തു, അല്ല, ആള് കുറച്ചൊന്നും ആയിരിക്കൂല, ഒരുപാട് മനുഷ്യന്മാരുണ്ടാവും, ഒരുപാട് അനുയായികൾ ഉണ്ടാവും. അതെ, 200 കോടിയിലധികം വരുന്ന മുസ്ലിങ്ങൾ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. 200 കോടിയിലധികം. ലോകത്ത് 4 മനുഷ്യരെടുത്തിൽ അതിലൊരാൾ മുസ്ലിങ്ങളാണ്. ഇത്രമാത്രം ഖുർആൻ അറിയുന്ന, അടിസ്ഥാന പ്രമാണം ഇത്രമാത്രം അറിയുന്ന മറ്റൊരു മതവിഭാഗം ഇല്ല തന്നെ. എന്നിട്ടും പ്രിയപ്പെട്ടവരെ പ്രവാചകൻ പറയാണ്, പക്ഷേ അവരുടെ ആൾബാഹുല്യത്തിനപ്പുറത്ത്, അവരുടെ ആൾബലത്തിനപ്പുറത്ത് അവരെ ഒരു രോഗം ബാധിച്ചിട്ടുണ്ടാവും. എന്താണ് രോഗം? വഹ്നി എന്നാണ് ആ രോഗത്തിന്റെ പേര്. ആ രോഗത്തിന്റെ അടയാളം എന്താണ്? അതിന്റെ സിംറ്റംസ് എന്താണ്? പ്രവാചകൻ പറയുന്നു, അമിതമായ ജീവിത പ്രമത്തതയും മരണത്തോടുള്ള അമിതമായ വൈമുഖ്യവും അവരെ പിടികൂടിയിട്ടുണ്ടാവും. അതുകൊണ്ട് അവർ ചണ്ടികളെ പോലെ ആയിത്തീരും. ഇസ്ലാമിന്റെ പേര് മാത്രമേ അവർക്ക് ഉണ്ടാവുള്ളൂ, മുസ്ലിം കുടുംബത്തിൽ ജനിച്ചോ എന്ന് മാത്രമേ ഉള്ളൂ. ഇസ്ലാമിന്റെ അന്തസ്സോ അതിന്റെ അന്തസ്സാരമോ അതിന്റെ സത്തയോ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അതെല്ലാം എടുത്തു കളയപ്പെട്ടിട്ടുണ്ടാവും. ആ കാലഘട്ടത്തിലാണ് മുസ്ലിം ഉമ്മത്ത് ഇപ്രകാരം പീഡിപ്പിക്കപ്പെടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ടവരെ നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. ആലോചിച്ചിട്ടുണ്ടോ എന്താണ് ഈ പറയുന്ന സംഗതികളിൽ നിന്നെല്ലാം നമുക്ക് രക്ഷ എന്താണ്? ഒരുപാട് കൂലങ്കഷമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് പ്രിയപ്പെട്ടവരെ. പലരും പല പരിഹാര മാർഗങ്ങളും നമുക്ക് പറഞ്ഞു തരാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിലുള്ള പരിഹാരം കിടക്കുന്നത് എവിടെയാണ്? സൂറത്തു നൂറിന്റെ 55-ാമത്തെ ആയത്ത് മുജാഹിദുകൾക്ക് ഒരേ ഒരു പരിഹാരമേ പറയാനുള്ളൂ, മുവഹിദുകൾക്ക് ഒരേ ഒരു പരിഹാരമേ പറയാനുള്ളൂ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിന് ഒരേ ഒരു പരിഹാരം മാർഗം മാത്രമേ പഠിപ്പിച്ചു തരാനുള്ളൂ. ലോകത്ത് കടന്നു വന്ന 1 ലക്ഷത്തിൽ പരം അമ്പിയാക്കൾക്കെല്ലാം ഈ ഒരു പരിഹാര മാർഗം മാത്രമേ പറഞ്ഞു തരാനുള്ളൂ. ആ പരിഹാര മാർഗമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നൂറിന്റെ 55-ാമത്തെ ആയത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. എന്താണത്? അല്ലാഹു പറയാൻ, വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സാലിഹാത്ത് ലയസ്തഖ്ലിഫന്ന
يسكننهم في الأرض كما استخلف الذين من قبلهم وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوفهم أمنا يعبدونني لا يشركون بي شيئا. അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. നിങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് അല്ലാഹു ഇതാ വാക്ക് തരികയാണ്, വാഗ്ദാനം നൽകുകയാണ്. വഅമിലുസ്സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്കും വാഗ്ദാനം നൽകുകയാണ്. എങ്ങനെയാണ് വാഗ്ദാനം നൽകുന്നത്? ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ് കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം, നിങ്ങളുടെ മുൻഗാമികളായ ആളുകൾക്ക് അധികാരം നൽകിയതുപോലെ, അവർക്ക് മേൽക്കോയ്മ നൽകിയതുപോലെ, അവർക്ക് ഈ ഭൂമിയുടെ അധികാരം അധീനപ്പെടുത്തി കൊടുത്തതുപോലെ നിങ്ങൾക്ക് അവകാശപ്പെട്ട സ്ഥലം തിരിച്ചു തരാം. നിങ്ങൾക്ക് അവകാശപ്പെട്ട ഫലസ്തീനാകട്ടെ, ഗസയാകട്ടെ, വെസ്റ്റ് ബംഗാകട്ടെ, നിങ്ങൾക്ക് അവകാശപ്പെട്ട ബൈത്തുൽ മുഖദ്ദിസ് ആകട്ടെ, മസ്ജിദുൽ അഖ്സയാകട്ടെ, ഹറമാകട്ടെ, നിങ്ങൾക്ക് അവകാശപ്പെട്ട സ്ഥലങ്ങളെല്ലാം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കീഴ്പ്പെടുത്തി കൊടുത്തതുപോലെ, സലാഹുദ്ദീൻ അയ്യൂബിയുടെ മുന്നിൽ കീഴ്പ്പെട്ടതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ അവകാശപ്പെട്ട ഭൂമി നിങ്ങൾക്ക് തിരിച്ചു തരാം, അധീനപ്പെടുത്തി തരാം. അല്ലാഹുവിന്റെ വഅദയാണ്, വാഗ്ദാനമാണ്. എന്നിട്ട് എന്താ പറയുന്നു? വലയുമക്കിനന്ന ലഹും ദീനഹുമുല്ലദി ഇർതദാ ലഹും, ഇരയിൽ നിന്ന്, ഇരയായി കഴിഞ്ഞുകൂടുന്ന ഒരവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് പ്രാബല്യം നൽകാം, നിങ്ങൾക്ക് മേൽക്കോയ്മ നൽകാം, നിങ്ങൾക്ക് ശക്തി നൽകാം, ഇസ്സത്ത് നൽകാം. നിങ്ങളുടെ മതത്തിനെ ലോകത്തിലെ ഏറ്റവും പ്രാബല്യമുള്ള മതമാക്കി നാം മാറ്റാം. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ, ഭയപ്പാടിന് ശേഷം, പേടിക്ക് ശേഷം, വല്ലാത്തൊരു അനിശ്ചിതാവസ്ഥയ്ക്ക് ശേഷം നിങ്ങൾക്ക് നാം നിർഭയത്വം നൽകാം, നിങ്ങൾക്ക് നാം അമ്ന് നൽകാം, നിങ്ങൾക്ക് നാം സമാധാനം നൽകാം. ഇത് മൂന്നും അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്, അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അള്ളാഹുവിന്റെ ഒരു സിഫത്ത് എന്താണ്? ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്, അള്ളാഹു ഒരിക്കലും വാഗ്ദാനം ലംഘിക്കുകയില്ല. പ്രിയപ്പെട്ടവർ, ഇത് മൂന്നും ഇന്ന് മുസ്ലിം ഉമ്മത്ത് അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങളും പരിഹരിച്ചു തരാം എന്ന് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്നിട്ട് പടച്ചോൻ എന്താ അതിന് പറഞ്ഞത്? യഅ്ബുദൂനനീ ലാ യുശ്രികൂന ബി ശൈആ, നിങ്ങൾ എന്നെ ആരാധിക്കാൻ തുടങ്ങുക, എന്നെ നിങ്ങൾ ആരാധിക്കുക. ലാ യുശ്രികൂന ബി ശൈആ, എന്നിൽ ഒന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തുള്ള ഭൂരിപക്ഷം വരുന്ന മുസ്ലിം ഉമ്മത്ത് ഈ ആദർശത്തിനെതിരാണ്, ഈ ആശയത്തിനെതിരാണ്. ലോകത്തെവിടെയൊക്കെ മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുന്നുണ്ടോ, ലോകത്തെവിടെയൊക്കെ മുസ്ലിമീങ്ങൾ അടിച്ചമർത്തപ്പെടുന്നുണ്ടോ, അതിന്റെ എല്ലാം കാരണം അള്ളാഹു നിശ്ചയിച്ച ഈ രക്ഷാകവചം സ്വീകരിക്കാത്തത് തന്നെയാണ്. അള്ളാഹു നിശ്ചയിച്ച ഈ ഷെൽട്ടറിലേക്ക് അവരെ കയറാത്തത് കൊണ്ട് തന്നെയാണ്. അവർ അള്ളാഹുവിനെ വിട്ടുകൊണ്ട് മറ്റു പലതിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ്, മറ്റു പലതിനെയും അവലംബിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മുസ്ലിം സമുദായത്തിന്റെ സ്റ്റേജുകളിൽ, വേദികളിൽ, മെഹ്റാബുകളിൽ, മിമ്പറുകളിൽ നിന്നെല്ലാം അള്ളാഹുവിനെ കുറിച്ചുള്ള ചർച്ചകൾ എടുത്തു കളയപ്പെടുന്നത് യാദൃച്ഛികമല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതെല്ലാം മനഃപൂർവ്വമുള്ള ശ്രമമാണ്. മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരുത്തനോട് നീ റബ്ബിനെ വിളിക്കേണ്ടതില്ല, നീ അള്ളാഹുവിനെ മറക്കണമെന്ന് പറഞ്ഞാൽ അവനൊരിക്കലും അതിന് തയ്യാറാവുകയില്ല. കാരണം അള്ളാഹുവിനോട് ഇഷ്ടമുള്ളവരാണ് മുഅ്മിനീങ്ങൾ, അള്ളാഹുവിനോട് സ്നേഹമുള്ളവരാണ് മുഅ്മിനീങ്ങൾ. പിന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയും അള്ളാഹുവിനെ ആശ്രയിക്കുന്നതും അവരിൽ നിന്ന് എടുത്തു കളയാനുള്ള മാർഗം എന്താണ്? അള്ളാഹ്ക്ക് പകരം മറ്റു പലരെയും കടത്തിക്കൊണ്ടുവരിക എന്നതാണ്. അള്ളാഹുവിനെ പ്രതീക്ഷിക്കേണ്ടതിന് പകരം മറ്റു പലരിലുള്ള പ്രതീക്ഷയിൽ അവരെ തളച്ചിടുക എന്നതാണ്. ഇസ്ലാമിന്റെ പ്രഭമങ്ങാത്ത ആദർശ പ്രബോധനത്തിന്റെ വഴിയിൽ മുസ്ലിങ്ങൾ സജീവമായി ജംഗിസ് ഖാന്റെ കാലത്തിന് ശേഷം 4 ഖാനേറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്. അതിൽ 3 ഇസ്ലാം സ്വീകരിച്ചു. അതായത് ഈ താർത്താരി സാമ്രാജ്യത്തിന്റെ ജംഗിസ് ഖാൻ പിടിച്ചെടുത്ത മഹാസാമ്രാജ്യത്തിൽ 4ൽ 3 ഇസ്ലാമിന്റെ കീഴിലേക്ക് വന്നു. എങ്ങനെ വന്നു? ആ രാജാക്കന്മാർ ഇസ്ലാം സ്വീകരിച്ചു, അവരുടെ പട്ടാളക്കാർ ഇസ്ലാം സ്വീകരിച്ചു. ബാക്കിയുള്ള ഖാനൈറ്റ്സിൽ നിന്ന് അക്രമം വന്നപ്പോ ഈ വരുന്ന രാജാക്കന്മാര് പറഞ്ഞു, ഞങ്ങളുടെ സഹോദരങ്ങളെ തൊട്ടുപോയാൽ വിവരമറിയും, ഞങ്ങളതിന് പകരം ചോദിക്കുമെന്ന് പറഞ്ഞ് മുന്നിൽ നിന്നത് ദഅവത്തിലൂടെയാണ്, പ്രബോധനത്തിലൂടെയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അഖീദയിൽ ഉണ്ടാകുന്ന തകർച്ച,
അള്ളാന്റെ റസൂലിനോടുള്ള ത്വാഅത്തിലുണ്ടാകുന്ന തകർച്ച നമുക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കും. ആ നഷ്ടങ്ങൾ ഉണ്ടായാൽ അതിനെ നാം നികത്തേണ്ടത് ദഅവത്തിലൂടെയാണ്, പ്രബോധനത്തിലൂടെയാണ്, ആയുധങ്ങളിലൂടെയല്ല, സായുധ സംഘങ്ങളിലൂടെയല്ല. ഇനി നമ്മൾ മനസ്സിലാക്കണം, മുസ്ലിം ഉമ്മത്തിന്റെ കയ്യിലേക്ക് പടച്ചുറപ്പ് തന്ന ഏറ്റവും വലിയ ആയുധം എന്താണ് പ്രിയപ്പെട്ടവരെ? ഏറ്റവും വലിയ ശക്തി എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. നമ്മുടെ കയ്യിലുള്ള പരിശുദ്ധ ഖുർആനാണ്, അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു നൽകിയ മുഅ്ജിസത്താണ്. ഇതിലൂടെ തന്നെയാണ് നാം മുന്നേറേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മുഅ്ജിസത്ത് നൽകി. എന്താ മുഅ്ജിസത്ത്? മൂസാ നബിക്ക് നൽകിയ മുഅ്ജിസത്ത് എന്താണ്? അദ്ദേഹത്തിന്റെ കയ്യിലുള്ള വടിയാണ്. ആ മുഅ്ജിസത്ത് ഈ പറയുന്ന ഫിറഔനിന്റെ സാഹിറുകളുമായി മത്സരിക്കാൻ വേണ്ടി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വടിയും കൊണ്ടുവരാൻ. ഈ സാഹിറുകൾ മുഴുവൻ വടി താഴേക്കിട്ടു. അവയെല്ലാം പാമ്പുകളായും ഇഴജന്തുക്കളായും എഴിഞ്ഞു നീങ്ങുന്നത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കാണാൻ തുടങ്ങി. എന്താ അദ്ദേഹത്തിന്റെ പ്രതികരണം? ഖുർആൻ പറയുന്നുണ്ട്, ഫഔജസ മിൻഹും ഖീഫ وقلنا لا تخف إنك أنت الأعلى وألق ما في يمينك تلقف ما صنعوا إنما صنعوا كيد ساحر ولا يفلح الساحر حيث أتى. അല്ലാഹുവിന്റെ വാക്കുകളാണ്. തന്റെ കയ്യിലുള്ള വടി ഇങ്ങനെ പിടിച്ചു നിന്നിട്ട് മൂസാ നബി ആകെ ഭയപ്പെടുകയാണ്, പേടിക്കുകയാണ്, അന്താളിച്ചു പോകുകയാണ്. പടച്ചോനെ, ഞാൻ എന്റെ വടി താഴേക്കിട്ടാൽ സംഭവിക്കുന്നത് പോലെ തന്നെ ഇവരിവരുടെ വടി താഴേക്കിട്ടപ്പോഴും സംഭവിച്ചല്ലോ. എന്റെ വടിയും ഇവരുടെ കയ്യിലുള്ള വടികളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അവിടെ അല്ലാഹു പറഞ്ഞു കൊടുക്കുകയാണ്, ലാ തഖഫ് ഇന്നക അൻതൽ അഅ്ലാ. മൂസാ ഭയപ്പെടേണ്ടതില്ല, പേടിക്കേണ്ടതില്ല, നീ തന്നെയാണ് വിജയിക്കുക. വഅൽഖി മാ ഫീ യമീനിക തൽഖഫ് മാ സനഉ. നിന്റെ വലത് കൈയിലുള്ളത് നീ താഴേക്കിടുക. അവർ ഈ കാണിച്ചു വച്ചിരിക്കുന്ന ഈ കൺകെട്ടി വിദ്യയെല്ലാം നിന്റെ വടി വിഴുങ്ങിക്കളയുന്നതായി നിനക്ക് കാണാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്താണ്? ഈ വടി പിടിച്ചിട്ട് നിൽക്കുന്ന മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അറിയില്ല, ഇതിങ്ങോട്ട് താഴെ ഇട്ടാൽ എന്റെ വടി ഈ പറയുന്ന ആ പാമ്പ് ഈ പറയുന്ന മായവിദ്യകളെല്ലാം വിഴുങ്ങിക്കളയുമെന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മനസ്സിലാക്കിയിട്ടില്ല. അദ്ദേഹം ബേജാറായി, അദ്ദേഹം ഭയപ്പെട്ടു, അദ്ദേഹം വെപ്രാളപ്പെട്ടു. എന്തിനാ അദ്ദേഹം വെപ്രാളപ്പെട്ടത്? പടച്ചോനെ, ഇത് കണ്ടിട്ട് മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും തെറ്റിദ്ധരിക്കപ്പെട്ടു പോകുമല്ലോ. നിന്റെ മുഅ്ജിസത്തിൽ നീ എനിക്ക് തന്ന അത്ഭുത വിദ്യയിൽ സംശയാലുക്കളായി പോകുമല്ലോ എന്ന സംശയം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വെപ്രാളപ്പെടുത്തി കളഞ്ഞു. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഒരു പ്രവാചകന് മുഅ്ജിസത്ത് സംഭവിക്കാമെന്നാൽ ആ പ്രവാചകന്റെ ഇഷ്ടപ്രകാരം ആ മുഅ്ജിസത്ത് എടുത്ത് ഉപയോഗിക്കാൻ അയാൾക്ക് സാധ്യമല്ല, പ്രവാചകന് സാധ്യമല്ല. അവിടെയും അവസാനിച്ചില്ല പ്രിയപ്പെട്ടവരെ. അള്ളാഹുവിന്റെ അനുമതി പ്രകാരം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇസ്രായേൽ സന്തതികളുമായി പലായനം തുടങ്ങുകയാണ്. അള്ളാഹു നിശ്ചയിച്ച ദിക്കിലേക്ക് അവരെങ്ങനെ നടക്കുകയാണ്. അവസാനം അവർ എത്തിപ്പെടുന്നത് എവിടെയാണ്? ചെങ്കടലിന്റെ മുന്നിലാണ്. ചെങ്കടലിന്റെ മുന്നിൽ എത്തിപ്പെട്ടപ്പോ അതാ പിന്നിൽ നിന്ന് ഫിറഔനിന്റെ പടയാളികൾ കൊന്നുകളയാൻ വേണ്ടി വരികയാണ്, ഉന്മൂലനം ചെയ്യാൻ വേണ്ടി വരികയാണ്. ആ സമയത്ത് മൂസാ നബിയുടെ സമുദായം അദ്ദേഹത്തോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഫലമ്മാ തറാഅൽ ജംഅൻ ഖാല അസ്ഹാബു മൂസാ ഇന്നാ ലമുദ്റകൂൻ. രണ്ട് വിഭാഗവും തമ്മിൽ കണ്ടുമുട്ടിയപ്പോ മൂസാ നബിയുടെ ഖൗമ പറയുകയാണ്, ഇന്നാ ലമുദ്റകൂൻ, നമ്മളിതാ പിടിക്കപ്പെട്ടിരിക്കുകയാണ്, നമ്മളിതാ കുടുങ്ങിയിരിക്കുകയാണ്, ഇനിയൊരു രക്ഷയുമില്ല, രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ല എന്ന് മൂസാ നബിയുടെ സമുദായം മൂസാ നബിയോട് പറഞ്ഞപ്പോ മൂസാ നബിയുടെ മറുപടി എന്താണ്? ഒരു പ്രശ്നമില്ല, എന്റെ കയ്യിൽ എന്റെ വടിയുണ്ട്, ആ വടി കൊണ്ട് ഞാൻ ഇപ്പൊ കടലിലേക്ക് അടിക്കും, ആ കടലിങ്ങനെ പിളർന്നിട്ട് നമ്മൾ സുഖമായിട്ട് പോവും എന്നാണോ മൂസാ നബി പറഞ്ഞത്? അല്ല, അങ്ങനെ ഒന്ന് സംഭവിക്കാൻ പോകുന്നുണ്ട് മൂസാ നബിക്ക് അറിയില്ല, അദ്ദേഹത്തിന് അത് അറിയില്ല. അദ്ദേഹത്തിന്റെ മറുപടി എന്താണ്? നിങ്ങൾ പറയുന്നത് പോലെയല്ല കാര്യം, എന്റെ രക്ഷിതാവ് എനിക്ക് വഴി കാണിച്ചു തരിക തന്നെ ചെയ്യുന്നതാണ്,
എന്റെ രക്ഷിതാവ് എനിക്കൊരു മാർഗം കാണിച്ചു തരിക തന്നെ ചെയ്യുന്നതാണ്. അപ്പോഴാണ് പടച്ച റബ്ബ് പറയുന്നത് മൂസാ നബിയോട്, മൂസാ നിന്റെ കയ്യിലുള്ള വടി കൊണ്ട് ആ കടലിലേക്ക് നീ ഒന്ന് അടിച്ചുകൊള്ളുക എന്ന്. ആ സമയത്താണ് റബ്ബ് പറയുന്നത്, അപ്പ മാത്രമാണ് മൂസാ നബിക്ക് മനസ്സിലാകുന്നത് വടി കൊണ്ടടിക്കണം എന്നത്. വടി കൊണ്ടടിക്കുമ്പോഴും മൂസാ നബിക്ക് അറിയില്ല എന്താ അടിച്ച സംഭവിക്കുക, ഇതടിച്ചാൽ എന്തായിട്ട് സംഭവിക്കാൻ അറിയില്ല. അടിച്ചു നോക്കി. മൂസാ നബിയെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ചെങ്കടലിന്റെ തിരമാലകൾ വലിയ പർവ്വതങ്ങൾ കണക്കെ രണ്ട് ഭാഗത്തേക്ക് വഴിമാറി നിന്നു. അതിലൂടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖൗമും നടന്നുപോയി. അതേ വഴിയിൽ വെച്ച് തന്നെ ഫിർഔനും പടയാളികളും മുക്കിക്കൊല്ലപ്പെട്ടു. ഇത് മൂസാ നബിയുടെ മോചിസത്തിന്റെ ചരിത്രമാണ്. ഇതെന്താണ് നമുക്ക് പറഞ്ഞു തരുന്നത്? പ്രവാചകന്മാർക്ക് പോലും അവരുടെ ഇഷ്ടസമയത്ത് ഇഷ്ടമുള്ളതുപോലെ മോചിസത്ത് പ്രയോഗിക്കാൻ കഴിയില്ല, അത്ഭുതങ്ങൾ പ്രയോഗിക്കാൻ കഴിയില്ല. അവിടെയും അവസാനിച്ചില്ല പ്രിയപ്പെട്ടവരെ. കടല് കടന്നിട്ട് അവരതാ സീനാ മരുഭൂമിയിലെത്തുകയാണ്. വെള്ളം കുടിക്കാനില്ല. കുട്ടികൾക്കും സ്ത്രീകൾക്കും അടക്കം ദാഹിക്കാൻ തുടങ്ങി. അവരതാ മൂസാ നബിയോട് വന്നിട്ട് പരാതി പറയുകയാണ്, മൂസാ നീ വിളിച്ചിട്ടാണ് ഞങ്ങൾ ഇതിന്റെ കൂടെ ഇറങ്ങി വന്നത്, ഇപ്പൊ ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ലല്ലോ, ഞങ്ങൾ എന്ത് ചെയ്യും? ആ ചോദ്യത്തിന് മൂസാ നബി അവരോട് പറഞ്ഞത്, ഒരു പ്രശ്നമില്ല, എന്റെ കയ്യിൽ വടിയുണ്ട് എന്ന് പറഞ്ഞോ. എന്റെ കയ്യിൽ വടിയുണ്ട്, ഈ വടി കൊണ്ട് ഞങ്ങൾക്ക് വെള്ളം ഉണ്ടാക്കി തരും എന്നാണോ മൂസാ നബി പറഞ്ഞത്? അല്ല. സമുദായം വന്നിട്ട് വെള്ളം ചോദിച്ചപ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് സംസാരിക്കുന്നതിന് പകരം അള്ളാഹുവിനോട് സംസാരിച്ചു. അള്ളാഹുവിനോട് ചോദിച്ചു, അള്ളാഹുവേ എന്റെ ഖൗം ഇതാ വെള്ളത്തിന് ചോദിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞുതരാൻ, മൂസാ നബി അദ്ദേഹത്തിന്റെ സമുദായത്തിന് വേണ്ടി വെള്ളത്തിന് ചോദിച്ചപ്പോ അള്ളാഹു പറഞ്ഞു, നിന്റെ കയ്യിലുള്ള വടി കൊണ്ട് പാറയുടെ മുകളിലേക്ക് അടിക്കുക. വെള്ളം കിട്ടി. 12 ഗോത്രങ്ങൾക്കും 12 നീരുറവ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു. എത്ര സംഭവങ്ങൾ പ്രിയപ്പെട്ടവരെ. ഈ സംഭവങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കുന്നത് എന്താണ്? മുഅ്ജിസത്ത് എന്നത് യഥേഷ്ടം ഒരു പ്രവാചകന് പ്രയോഗിക്കാനുള്ളതല്ല, അങ്ങനെയുള്ളതല്ല. നമ്മുടെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഋഷികൾ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, നീ ആകാശത്തേക്ക് ഒരു ഏടി ഉണ്ടാക്കിയിട്ട് കയറിപ്പോ, എന്നാ ഞങ്ങൾ എന്നെ വിശ്വസിക്കാം. അല്ലെങ്കിൽ നീ ഭൂമിന്റെ അടിയിലേക്ക് ഒരു തുരങ്കുണ്ടാക്കിയിട്ട് ഇറങ്ങിപ്പോ, എന്നാ നിന്നെ ഞങ്ങൾ വിശ്വസിക്കാം. അല്ലെങ്കിൽ ആകാശത്തുനിന്ന് ഒരു നമുക്ക് വായിക്കാൻ കഴിയുന്ന ഒരു ഗ്രന്ഥം ഇങ്ങോട്ട് ഇറക്കിത്ത, എന്നാ നിന്നെ ഞങ്ങൾ വിശ്വസിക്കാം. അല്ലെങ്കിൽ പടച്ചോനെയും മലക്കളൊക്കെ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടെ, നിന്നെ ഞങ്ങൾ വിശ്വസിക്കാം. فإن استطعت أن تبتغي نفقا في الأرض أو سلما في السماء فتأتيهم بآية ولو شاء الله لجمعهم على الهدى فلا تكونن من الجاهلين. അവരുടെ അവഗണന നബിയെ അങ്ങയെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്, വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട്. എന്നിട്ട് അങ്ങിതാ വിചാരിക്കുകയാണ്, ആകാശത്തേക്ക് ഒരു ഏണി ഉണ്ടാക്കിയിട്ട് കയറിപ്പോകാം, അല്ലെങ്കിൽ ഭൂമിയിലേക്ക് ഒരു തുരങ്കമുണ്ടാക്കിയിട്ട് ഇറങ്ങിപ്പോകാം. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, വലൗ ശാ അല്ലാഹു ലജമഅഹും അലൽ ഹുദാ. അല്ലാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഈ പറയുന്ന ജനവിഭാഗത്തെ മുഴുവൻ ഹിദായത്തിൽ ഒരുമിച്ച് കൂട്ടാൻ അവന് കഴിയുമായിരുന്നു. ഫലാ തകൂനന്ന മിനൽ ജാഹിലീൻ. അതുകൊണ്ട് അങ്ങ് വിവരം കെട്ടവരിൽ ഉൾപ്പെട്ടു പോകരുത്, അങ്ങ് ജാഹിലുകളിൽ ഉൾപ്പെട്ടു പോകരുത്. അല്ലാഹു നബിയോട് ഉപദേശിക്കാൻ, നബിയെ അങ്ങ് ഇങ്ങനൊന്നും ചിന്തിക്കണ്ട, ആകാശത്ത് കയറിപ്പോയിട്ടും ഭൂമിന്റെ അടിയിലേക്ക് തുരങ്കുണ്ടാക്കി പോയിട്ടൊന്നും ആരും വിശ്വസിക്കണ്ട. വേണ്ടോലും വിശ്വസിച്ചാ മതി, ആവശ്യമുള്ള ആൾക്കാർ മാത്രം വിശ്വസിച്ചാ മതി. ഞാൻ ആവോളം ബുദ്ധിയും ചിന്തയുമെല്ലാം മനുഷ്യ മസ്തിഷ്കത്തിന് കൊടുത്തിട്ടുണ്ട്. നന്മയും തിന്മയും സത്യവും അസത്യവും ധർമ്മവും അധർമ്മവും സംസ്കാരവും സംസ്കൃതിയും എല്ലാം വേർതിരിച്ചറിയാനുള്ള കഴിവ് മനുഷ്യന്റെ ബുദ്ധിക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങ് ഓതി കൊടുക്കുന്ന ഖുർആൻ തന്നെ ധാരാളമാണ്. അത് കണ്ട് തിരിച്ചറിയുന്നവർ തിരിച്ചറിഞ്ഞാൽ മതി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിച്ചപ്പോ മുഅ്ജിസത്ത് കൊണ്ട് ആകാശത്തേക്ക് കയറിപ്പോകാൻ നബിക്ക് പറ്റിയിട്ടില്ല, ആകാശത്തിന് ഗ്രന്ഥം ഇറക്കി കൊടുക്കാൻ നബിക്ക് പറ്റിയിട്ടില്ല, ഭൂമിയിലേക്ക് തുരങ്കുണ്ടാക്കി പോകാൻ നബിക്ക് പറ്റിയിട്ടില്ല, ഇവരെ പറയുന്ന പോലെ പടച്ചോനെയും മലക്കളെയും മുന്നിൽ വന്ന് നിർത്തി കൊടുക്കാൻ നബിക്ക് പറ്റിയിട്ടില്ല. അതിന്റെ കാരണം മുഅ്ജിസത്ത് എന്നത് പ്രവാചകന്മാർക്ക് യഥേഷ്ടം പ്രവർത്തിക്കാനുള്ള ഒന്നല്ല. മുഅ്ജിസത്തിനേക്കാൾ താഴെയുള്ളതാണ് കറാമത്ത്. മുഅ്ജിസത്തിനില്ലാത്ത ഔന്നത്യം കറാമത്തിനുണ്ടാവോ? മുഅ്ജിസത്തിനില്ലാത്ത ഔന്നത്യം കറാമത്തിനുണ്ടാവോ?
ഏറ്റവും വലിയ വലിയാരാണ് പ്രിയപ്പെട്ടവർ? നമ്മുടെ അറിവിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും എന്റെ കാലശേഷം ഒരു പ്രവാചകൻ വരുമായിരുന്നെങ്കിൽ അത് ഉമറായിരിക്കുമെന്ന് പറഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇസ്ലാമിക ചരിത്രത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ശേഷം ഇത്രമേൽ ആദരിക്കപ്പെട്ട മറ്റൊരു സ്വഹാബിയുണ്ട് പ്രിയപ്പെട്ടവരെ. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ മരണത്തിന്റെ ദിവസം സുബ്ഹ് നമസ്കാരത്തിന് വേണ്ടി ഫാത്തിഹ സൂറത്ത് ഓതി ഇന്നമാ അഷ്കൂ ബസ്തി വഹുസ്നി ഇലല്ലാഹ് എന്ന സൂറത്ത് യൂസുഫിലെ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ പിന്നിൽ നിന്ന് ഇരുതല മൂർച്ചയുള്ള വാലുമായി വന്ന് ഒരു അഗ്നി ആരാധകൻ ഉമറിന്റെ വയറ്റിലേക്ക് പിറകിലേക്ക് കുത്തിക്കയറ്റുന്നത് വരെ തന്നെ ആക്രമിക്കാൻ ഒരുത്തൻ ഒരുമ്പെട്ട് പിറകിൽ നിൽക്കുന്നുണ്ട് എന്ന കാര്യം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, മുഅ്ജിസത്ത് എന്നത് യാഥാർത്ഥ്യമാണ്, കറാമത്ത് എന്നതും യാഥാർത്ഥ്യമാണ്. സ്വഹാബത്തിന്റെ ജീവിതത്തിലെമ്പാടും കറാമത്ത് നമുക്ക് കാണാൻ കഴിയും. എത്രയോ കറാമത്തുകൾ. മഹാനായ ആസിം റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ മയ്യത്ത് അദ്ദേഹത്തിന്റെ തലയറുത്തുകൊണ്ട് മക്കയിലെ ഒരു പെണ്ണിനെ കാഴ്ചവെക്കുന്നതിന് വേണ്ടി മുശ്രിക്കുകളായ പടയാളികൾ വന്നപ്പോ അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ചുറ്റിലും കടന്നലിനെ പറഞ്ഞയച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന്റെ സ്വഹാബിയുടെ മയ്യത്ത് സംരക്ഷിച്ചിട്ടുണ്ട്. എത്രയോ സംഭവങ്ങൾ അങ്ങനെ നമുക്ക് കാണാൻ കഴിയും. കറാമത്ത് നിഷേധിക്കാൻ പാടില്ല. എന്നാൽ ആ കറാമത്ത് എന്നാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിരുപാധികം കാണിക്കാൻ കഴിയുന്ന ഒരു സംഗതിയല്ല, യഥേഷ്ടം കാണിക്കാൻ കഴിയുന്ന ഒരു സംഗതിയല്ല. അത് അല്ലാഹുവിന്റെ ഇഷ്ടപ്രകാരം, അല്ലാഹുവിന്റെ ആഗ്രഹപ്രകാരം, അല്ലാഹുവിന്റെ ഇച്ഛയോടുകൂടി മാത്രം വെളിപ്പെടുന്ന സംഗതികളാണ്. ഇനി ഒരു കറാമത്ത് കണ്ടു കഴിഞ്ഞാൽ ഒരു വ്യക്തിയിൽ നമ്മൾ ഒരു കറാമത്ത് കാണുകയാണ്, ഒരു അത്ഭുതം കാണുകയാണ്. കൃത്യമായി തഹജ്ജുദ് നിസ്കരിക്കുന്ന, എല്ലാ സുന്നത്ത് നോമ്പുകളും എടുക്കുന്ന, കൃത്യമായി ജമാഅത്ത് നമസ്കരിക്കുന്ന മുവഹിദായ മുത്തബിഅ് സുന്നയായ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അത്ഭുതം നമ്മൾ കാണുകയാണ്, ഒരു കറാമത്ത് നമ്മൾ കാണുകയാണ്. നമ്മുടെ നിലപാടെന്താണ്? പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ചു തരുന്നുണ്ട്. മറിയം ബീവിയുടെ അടുത്ത് അതാ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം കറാമത്ത് കാണുകയാണ്. മറിയം ബീവി വലിയതാണ്, ഒരു കറാമത്ത് കാണുന്നു. എന്താണ് കറാമത്ത്? ആ കാലഘട്ടത്തിൽ, ആ കാലാവസ്ഥയിൽ എവിടെയും കിട്ടാത്ത പഴവർഗ്ഗങ്ങളതാ മറിയം ബീവിയുടെ മിഹ്റാബിൽ സുലഭമായിട്ടുണ്ട്. അതങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. സക്കരിയ നബി ചോദിക്കുകയാണ്, പൊന്നുമോളെ അന്നാലക്കി ഹാദാ, നിനക്കിത് എവിടെന്നാണ്? മറിയം ബീവിയുടെ മൂത്താപ്പയാണ് സക്കരിയ നബി. മൂത്താപ്പ മോളോട് ചോദിക്കുകയാണ്, അന്നാലക്കി ഹാദാ, എവിടെ നിന്നാണ് മോളെ നിനക്കിത് കിട്ടിയത്? എവിടെ നിന്നാണ് നിനക്കിത് ലഭിക്കുന്നത്? മറിയം ബീവിയുടെ മറുപടി എന്താണ്? ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ്, അത് അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ളതാണ്. പടച്ച റബ്ബ് പ്രത്യേകം കനിഞ്ഞരുളുന്നതാണ്. ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ കണക്കില്ലാതെ കൊടുക്കുന്നു, ഹിസാബില്ലാതെ കൊടുക്കുന്നു. ഇതാണ് മുസ്ലിം ഉമ്മത്തിലെ കറാമത്തിന് സാക്ഷ്യം വഹിച്ചൊരു രംഗം. ഇവിടെ സക്കരിയ നബി ചെയ്തത് എന്താ? സക്കരിയ നബി ചെയ്തതെന്താണ്? ഹുനാലിക ദഅ സക്കരിയ റബ്ബ ഖാല റബ്ബി ഹബ് ലീ മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ ഇന്നക സമീഉദ് ദുആ. അവിടെ വെച്ച് സക്കരിയ നബി അല്ലാഹുവിനെ വിളിക്കുകയാണ്, പടച്ച റബ്ബിനെ വിളിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, റബ്ബി ഹബ് ലീ മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ, നിന്റെ അടുത്ത് നിന്ന് എനിക്ക് നല്ല ഒരു സന്താനത്തെ തരണമേ. ഇന്നക സമീഉദ് ദുആ, നിശ്ചയം നീ ദുആ കേൾക്കുന്നവനാണ്, അറിയുന്നവനാണ്. സക്കരിയ നബിയുടെ ദുആയാണ്. അവിടെ അദ്ദേഹം മനസ്സിലാക്കിയത് എന്താണ്? ഈ കാലാവസ്ഥയിൽ, ഈ പ്രദേശത്ത് എവിടെ നിന്നും കിട്ടാത്ത ഫലവർഗ്ഗങ്ങൾ എന്റെ മകൾ മറിയത്തിന്റെ മുന്നിലെത്തിക്കാൻ അല്ലാഹുവിന് കഴിയുമെങ്കിൽ, ജരാനരകൾ ബാധിച്ചുപോയ, താടിമുടികൾ നരച്ചുപോയ, എല്ലിന്റെ ബലം കുറഞ്ഞു പോയ, ആരോഗ്യം നശിച്ചുപോയ എനിക്കൊരു കുട്ടിയെ തരാൻ അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുള്ള വിഷയമല്ല, അസാധ്യമായ വിഷയമല്ല. അതുകൊണ്ട് സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഡയറക്റ്റ് അല്ലാഹുവിനോട് തേടുകയാണ്. മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു കറാമത്തിന് നാം സാക്ഷ്യം വഹിച്ചാൽ, ഒരു അത്ഭുതത്തിന് നാം സാക്ഷ്യം വഹിച്ചാൽ, അത് കറാമത്താണെന്ന് നാം ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആ പറയുന്ന വലിയനോടോ വലിയത്തിനോടോ തേടുകയല്ല ചെയ്യേണ്ടത്, അവരുടെ ബർക്കത്തെടുക്കാൻ നിൽക്കുകയല്ല വേണ്ടത്, മറിച്ച്
ആ കറാമത്തിനെ കുറിച്ച് തിരിച്ചറിയുന്ന നിമിഷം നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ നിന്ന് പ്രാർത്ഥന ഉയരേണ്ടത് ആ അത്ഭുതങ്ങളുടെ സ്രോതസ്സായ രാജാതിരാജനായ ഖാലിഖുൽ മഖ്ലൂഖായ അല്ലാഹുവിന്റെ സവിധത്തിലേക്കുള്ള ദുആയാണ്, അല്ലാഹുവിന്റെ സവിധത്തിലേക്കുള്ള പ്രാർത്ഥനയാണ്. ഇതാണ് ഒരു കറാമത്ത് കാണുന്ന മനുഷ്യൻ ചെയ്യേണ്ടത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഏറ്റവും കൂടുതൽ ആളുകൾ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ഏറ്റവും കൂടുതൽ ആളുകൾ ചതിച്ചുകൊണ്ടിരിക്കുന്ന ഈ കറാമത്ത് മുഅ്ജിസത്ത് എന്ന സംഗതി നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. എന്നിട്ട് അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ കൂടുതൽ വായിക്കാൻ നമ്മൾ തയ്യാറാവുക. അള്ളാഹുവിനെ കുറിച്ച് അറിയുക. പരിശുദ്ധ ഖുർആനിൽ എമ്പാടും റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ടല്ലോ. അവന്റെ ഖുദ്റത്തുകളെ കുറിച്ച്, അവന്റെ കഴിവിനെ കുറിച്ച്, അവന്റെ